പേളി മാണിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള RV ബാബു അവരെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു: ചില ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടതാവുമെങ്കിലും ആ ഒറ്റപ്പെടൽ ഹിമാലയത്തിന് സമാനമായ ഒറ്റപ്പെടലാണ്. കാണുന്നവർ അതിശയത്തോടും ആദരവോടും മാത്രം കാണുന്ന പോലെ. വെൽ ഡൺ പേളി മാണി. ഞാൻ എന്താണ് ഈ വിഷയം എന്നുള്ളത് വിശദീകരിച്ച് വഷളാക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട് പേളി മാണി ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അതെന്ന് പറയുന്നത്, നിങ്ങൾ പിരിഞ്ഞു പോകണം, പ്രതിഷേധത്തിനൊപ്പമാണ് ഞാൻ, കുട്ടികൾക്കൊപ്പമാണെങ്കിലും ഇത്തരത്തിലുള്ള അടിപിടിയും അങ്ങനത്തെ ഇതൊന്നും നിൽക്കരുത്, നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നുള്ള രീതിയിലുള്ളൊരു നിലപാട് അവർ അറിയിച്ചു. അത് ഏത് നിലപാടാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലെ കമ്മികളോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ സ്വീകരിക്കാത്ത വ്യത്യസ്തമായ ഒരു നിലപാട് അവരെടുത്തു. അതെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അത് എടുത്ത പാടെ അവർ ആറഞ്ചം പുറഞ്ചം അവർക്ക് സൈബർ മീഡിയയിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങളുടെ പതിവ് പാവയല്ല ഞാൻ പേളി മാണിയാണ്. അതെ, എൻ്റെ പ്രിയപ്പെട്ട നിറം കാവിയാണ്. അപ്പോൾ എന്താണ് ഇതിൽ പറയാനുള്ളത്? അവരൊരു കാര്യം അസർട്ട് ചെയ്ത് പറയുന്നുണ്ട്: ഒരു വിഷയത്തെ സമീപിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും അതിൻ്റെ പേരിൽ കമൻറ്റുകൾ പറയാനുമുള്ള അവരുടെ പൂർണ്ണമായ അവകാശത്തെ അവർ അസർട്ട് ചെയ്ത് പറയുന്നു. അത് മറ്റൊരാൾക്ക് പണയം വെച്ചിട്ടില്ല. ഇവിടെ പരിപാടികൾ നടക്കുമ്പോൾ ഒരു സംഘടനയോ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമോ ഏതെങ്കിലും കാര്യത്തിൽ ഒരാളൊരു അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ മറ്റുള്ളവർ അതേപടി ഇത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ബാൻഡ് വാഗൺ സൈക്കോളജി എന്ന് പറയും. എല്ലാവരും കയറുന്ന വണ്ടിയിൽ കൂടി ചെന്ന് കയറാനായിട്ട് ബാൻഡ് വാഗൺ എല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും പുരോഗമനപരമായിട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമരം. അവരുടെ ഭാഗത്ത് ധാരാളം ന്യായങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും ഇത്തരം സമരങ്ങൾക്ക് കാണുന്നൊരു പ്രത്യേകത, ഈ സമരങ്ങളിൽ ചില ആൾക്കാർ സമരത്തോടുള്ള കൂറ് കൊണ്ടല്ല, അവരുയർത്തുന്ന പ്രശ്നങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ല, മറിച്ച് അവരുടേതായ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇവർ നിശ്ചയിക്കുകയും ആ അജണ്ട പ്രചരിപ്പിക്കാനുള്ള ആയുധമാക്കി ഇവരെടുക്കുകയും ചെയ്യും. ഇവിടെയും സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതികരണം തന്നെ നോക്കാം. താങ്കൾ പേളി മാണി എന്നുള്ള നടിയുടെ പ്രതികരണം പറഞ്ഞു, സ്റ്റേണായിട്ട് അവർ അഭിപ്രായം പറഞ്ഞു. അവർക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്കുകളെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. അതായത് സിബി മലയിലെ മകൻ വരെ അവരെ പറ്റി എങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേപോലെയോ ഇതിനേക്കാൾ ക്രൂരവുമായ സംഭവ വികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളപ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണം എവിടെയായിരുന്നു? ഇവർ ധൈര്യമായിട്ട് മറ്റേ സിബി മലയിലെ മകൻ്റെ കമൻറ്റ് ഞാൻ കേട്ടു. എനിക്ക് ധൈര്യമുള്ളൊരച്ഛൻ എന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സിബി മലയിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ ഭീരുവായിട്ടുള്ള അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം ഇവൻ ഭീരുവായിട്ടുള്ള സംശയം വല്ലതും ഉണ്ടോ? ഇവൻ ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ ഇപ്പോൾ ഈ ഇഷ്യൂ അല്ലാതെ കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഇഷ്യൂ, സിദ്ധാർത്ഥൻ്റെ കൊലപാതകം, PP ദിവ്യ അവിടെ നവീൻ ബാബുവിൻ്റെ കൊലപാതകം, ഇങ്ങനെ ആര്യരാജേന്ദ്രൻ്റെ പെരുമാറ്റം, കണ്ടക്ടറുകൾ, ഇങ്ങനെ മനുഷ്യത്വരഹിതമായ ഇഷ്ടം പോലെ പെരുമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിൻ്റെ മെറിറ്റ് ലിസ്റ്റ് എന്ത് പറ്റി? ഇങ്ങനെ കാണുന്നില്ലേ? രണ്ടാമത് വീണ്ടും PSCയുടെ റാങ്ക് ലിസ്റ്റിൽ കൃത്രിമം നടക്കുന്നതിന് എന്ത് പറ്റി? അത് വെച്ച് നിയമിക്കാത്തതിനെ പറ്റി എന്ത് പറ്റി? ഇതേ കാര്യങ്ങൾ അവിടെ ഡൽഹിയിൽ നടക്കുന്ന CJP ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അതേ പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുക. കേരളത്തിൽ മിണ്ടുന്നില്ല, സൈലൻ്റാണ്. എന്നിട്ടാണ് ഇവർ സാംസ്കാരിക നായകരെന്നും ബുദ്ധിജീവിനും അഭിപ്രായം നടന്നത്. പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന വെല്ലുവിളിച്ച് സംസാരിക്കുകയാണ്. ഇനി നമുക്ക് നേരിട്ട് ഇതാരാ ഇവർ? പേളി മാണി ആര്? ഇദ്ദേഹം ആര്? അല്ല, ഇപ്പോൾ സമരത്തിൽ ഇപ്പം വേണമെങ്കിൽ ആ സമരത്തിൻ്റെ ഒപ്പമല്ല എന്ന് പറയാനുള്ള അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ അല്ലേ? അല്ല, ഒഴുകുന്ന വെള്ളത്തിനെതിരെ നീന്താൻ അസാമാന്യ ധൈര്യം വേണം. ആ പേളി മാണിക്ക് അതുണ്ട്. ഒഴുകുന്ന വെള്ളത്തിനെതിരെ നീന്താൻ പേളി മാണിക്ക് അതുണ്ട്. അവർ പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാക്കാണ്: നിങ്ങളുടെ പതിവ് പാവയല്ല ഞാൻ. കാരണം സംസ്കാരിക നായന്മാർ CPMൻ്റെ പാവകളാണെന്ന് ധരിച്ചിരിക്കുന്നുണ്ടാണ്. ഇത് CPM ഇപ്പോഴാണ് പിന്തുണയ്ക്കുന്നത്. കേരളത്തിലാണ് പിന്തുണയ്ക്കുക. കേരളത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കണ്ണൂരോ ഒക്കെ ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടാകും. ഈ സിബി മലയിലിൻ്റെ മകനായിട്ടുള്ള ആശാ സമരത്തിലോ അല്ലെങ്കിൽ ഇവിടെ കേരളയിലെ സമരം ഉണ്ടായിരുന്നു, അതുപോലുള്ള മറ്റ് കുറേയധികം സമരം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അതെ, LDFൻ്റെ ഭരണകാലത്ത് CPMൻ്റെ ഭരണകാലത്ത് നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ആണോ? അല്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങളൊരു വൃത്തികെട്ടവനാണ്, അങ്ങനെ പറയാനുള്ള അധികാരം നമുക്കുണ്ടോ? ഓരോരുത്തരും ഇഷ്ടമാണ്. അദ്ദേഹം അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, നിൽക്കട്ടെ, നിൽക്കണ്ട. അല്ല, ഈ കാവ്യം എന്ന് പറയുന്നത് കത്തോലിക്ക പുരോഹിതന്മാർ കാവ്യ ധരിക്കുന്നവരുണ്ട്,
ഹിന്ദു സന്യാസിമാർ കാവ്യ ധരിക്കുന്നവരുണ്ട്. അല്ലാതെ സാധാരണ ഇഷ്ടംപോലെ ചെളി പറ്റിയാൽ അറിയാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് കാവ്യ ലുങ്ക് ധരിക്കുന്ന ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അതിനെല്ലാം ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ കൂട്ടിൽ കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, എന്റെ പ്രിയപ്പെട്ട നിറം കാവ്യാണ്. ഏത് കാവി? നമ്മുടെ ഇന്ത്യൻ പതാകയിലെ കാവി. അതിന്റെ അർത്ഥം അവരത് ആ കാവ്യ നിറം അവർക്ക് ഇഷ്ടപ്പെടാനുള്ള അവകാശമില്ലേ? അപ്പൊ പിന്നെ ഇവരും അവരും തമ്മിലുള്ള വ്യത്യാസം. കാവി നിറം ആർക്കെങ്കിലും വെറുപ്പാണോ? പറയൂ. കാവി നിറം വെറുപ്പാണോ? നമ്മുടെ എന്താണ് ത്രിവർണ്ണ പതാകയിൽ കാവി നിറമില്ലേ? അപ്പൊ കാവി നിറം ഇഷ്ടപ്പെട്ടൂടെ? അല്ലാതെ തന്നെ കാവ്യ ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ. ഇതിനെ വെറുപ്പിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നത്. കാവ്യ നിറത്തോട് വെറുപ്പിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണ്? ആർക്കാണ് ഈ കാവ്യ നിറത്തോട് വെറുപ്പ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാവ്യ നിറത്തോട് ആർക്കാണ് വെറുപ്പ്? ആർക്കാണ് വെറുപ്പെന്ന് പറഞ്ഞാൽ കാവ്യ നിറത്തോട് വെറുപ്പ് BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾപ്പെട്ടവരെല്ലാം പുറമെ പറയും. പക്ഷെ അവർ ഉടുക്കുന്ന ലുങ്ക് മിക്കവാറും കാവ്യായിരിക്കും. അത് കണ്ടിട്ടുണ്ടോ? അല്ല, ഈ കാവ്യയോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഈ പേളിമാണിയെ ആക്രമിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നിറം കാവ്യാണെന്ന് പറയുമ്പം കുരു പൊട്ടുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെ അകത്തൊരു സംശയം വരുന്നത് എപ്പോഴും വരുന്നതിൻ്റെ കാരണം, പേളിമാണിക്ക് ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ പിന്തിരിപ്പന്മാരും ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരും ഇവരാന്ന് പറയേണ്ടി വരും. പേളിമാണിക്ക് കാവ്യ വസ്ത്രം ധരിക്കാൻ, ഇവിടെ ഹിജാബിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമായല്ലോ. ഹിജാബ് ധരിക്കാനുള്ള അവകാശം, സ്വയം വസ്ത്രം ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ അവകാശത്തിന് വേണ്ടി ഇവിടുത്തെ കലാലയങ്ങളിൽ തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതേ പേളിമാണിക്ക് അതേ ആനുകൂല്യം കിട്ടണ്ടേ? അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കണ്ടേ? നിങ്ങളെ നിർബന്ധിച്ച് കാവ്യ ധരിക്കണം എന്ന് പറഞ്ഞാൽ പേളിമാനോട് നിന്റെ പണി നോക്കണമെന്ന് പറയാം. എന്നോടോ നിങ്ങളോടോ പറഞ്ഞാൽ, സിബി മലയിലെ മകനോട് പറഞ്ഞാൽ പറയാം, നീ നിന്റെ പണി നോക്കാതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കുമോ ഞങ്ങൾ ഇതോളാന്ന് പറയാം. ആ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അല്ല, ആ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ അത്തരം ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത ഒരുപറ്റം ആൾക്കാർ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തു പോയി. അല്ല, ഈ കാവ്യയോട് എന്തിനാണ് ഈ വെറുപ്പ്? അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം പറയുന്നത്, സാധാരണ രീതിയിൽ കമ്മികളും കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന നിലപാട് എന്താണോ അതല്ല എൻ്റെ നിലപാട്. ഞാൻ വേറൊരു നിലപാട് പറയാകുമ്പോൾ സൈബർ ആക്രമണത്തിന് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഉത്തരേന്ത്യയിലും ഇതേ പ്രശ്നങ്ങൾ ആര് നേരിടുന്നുണ്ട്? അവിടുത്തെ ഒരു സാംസ്കാരിക പരിസരത്തിൽ വിരുദ്ധമായിട്ടൊരു അഭിപ്രായം പറയുന്നവരും നേരിടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഈ അടിമത്തം അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള സംഗതി എല്ലാവർക്കും ഉണ്ട്. അല്ല, താങ്കൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് താങ്കൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ വലിയ സൈബർ ആക്രമണത്തിനെതിരായിട്ട് പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരുടെ കാര്യത്തിലാണെന്നറിയാമോ? നമ്മുടെ ശ്രീമതി ടീച്ചർ പെൻഷൻ മരിച്ചയാളുടെ പെൻഷൻ തട്ടിച്ചെടുത്തു എന്നും പറഞ്ഞു ഒരു വലിയ ആരോപണം വരിക. അത് അത്തരം വേറെ ഒത്തിരി കേസുകളിലൂടെ ഉണ്ട്. ശ്രീമതി ടീച്ചറിനെ കുറിച്ച് തന്നെയുണ്ട്. അപ്പം അവരെ സൈബർ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നവർക്ക് പേളിമാണി പറയാനുള്ള ഈ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനുള്ള എന്തെങ്കിലും അവകാശമുണ്ട്? പേളിമാണി സൈബർ ആക്രമണത്തിന് വിധേയമായത് ആരും മൈൻഡ് ചെയ്യാതിരിക്കുക, തെറ്റ് അവളെ എന്തുവേണം പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. ശ്രീമതി ടീച്ചർക്ക് എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം അത് തെറ്റാണ്, അതിനെ എതിർക്കാനായിട്ട് എല്ലാവരും കൂടെ ബുദ്ധികൾ വന്നാലോ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രതികരണം എന്ന് പറയുന്നത് അനീതിയോടുള്ള പ്രതികരണമായിരിക്കണം, അല്ല തെറ്റെന്ന് തോന്നുന്നതിനുള്ള പ്രതികരണമായിരിക്കണം. അല്ല എനിക്കിഷ്ടമുള്ളവൻ ചെയ്യുന്നത് ശരിയും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടതുപക്ഷക്കാരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള അതിൽ ടോളറൻ്റ് ആയിട്ട് സഹിഷ്ണുതാപരം അതിനെ കേൾക്കാനോ സ്വീകരിക്കാനോ ഉള്ള സഹിഷ്ണുത അവർക്കില്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ചരിത്രം തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രേറ്റ് പർജ് പോലുള്ള സോവിയറ്റ് യൂണിയനിൽ എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ വലിയ മാനവികതയുടെ സഹിഷ്ണുതയുടെ വലിയ നാടായിരുന്നു. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ട രാജ്യം സോവിയറ്റ് യൂണിയനാണ്. TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? സ്വന്തം പാർട്ടിക്കാരൻ TP ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടി അദ്ദേഹത്തെ കൊന്നത് ആരാണ്? എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? വിരുദ്ധ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണോ? നവീൻ ബാബു എങ്ങനെ ആത്മഹത്യ ചെയ്ത്? PP ദേവിയുടെ ഭർത്താവ്, അല്ല PP ദേവിയുടെ ഭർത്താവല്ല, ഇവിടെ അവിടുത്തെ സബ് കളക്ടറായിരുന്നു നവീൻ ബാബു. PP ദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPM-ൻ്റെ. എങ്ങനെയാണ് ഒരു ആത്മഹത്യ ചെയ്തയാൾ? ആന്തൂർ സാജൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? ഇവരൊക്കെ ഇതിൻ്റെയൊക്കെ പുറകെ ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ചില കേസുകളിൽ ഇത് സൈബർ ആക്രമണത്തെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചില കേസുകളിൽ ചിലർക്കെതിരായി സൈബർ ആക്രമണം ചെയ്താൽ നല്ലതാണെന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾ വരിക. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് OV വിജയൻ. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു നിലപാട്, അദ്ദേഹം പറഞ്ഞ നിലപാട് എന്താണെന്ന് സാറിന് അറിയാലോ.
അദ്ദേഹത്തെ ഹിന്ദുത്വവാദിയായിട്ട് സക്കറിയെ പോലുള്ള ആളുകൾ, ഇടതുപക്ഷ ചിന്തകർ ഒക്കെ മുദ്രകുത്തിയിട്ടുണ്ട്. അല്ല, അത് സക്രിയ അത് ചെയ്യും. സക്രിയ ഓരോരുത്തരും താങ്കൾ പറഞ്ഞൊരു നമ്മൾ ജീവിക്കുന്ന അല്ലെ ചുറ്റുപാട് പരിസരം നമുക്ക് വെള്ളവും വളവും വളക്കൂറും തരുന്ന പരിസരത്തോട് യോജിച്ച് നിൽക്കണം. അല്ല അവിടുന്ന് മാറുന്ന പണി തീരും. അവാർഡ് കാണിയല്ല, ഒന്നും കാണിയല്ല. ഇപ്പോൾ ചിലർക്കൊക്കെ എത്ര അവാർഡ് കിട്ടുമെന്ന് നോക്കിയാൽ മതി. പശവഞ്ചെരുവിൻ്റെ ഒക്കെ കാര്യം ഓർത്താൽ മതി. അപ്പം അങ്ങനെ അത്തരം ബന്ധങ്ങളുള്ള കുറേ ആൾക്കാർ, അവർക്ക് ഇത് പറഞ്ഞേ പറ്റൂ. അവർക്ക് കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നുണ്ട്. BJPക്കെതിരായിട്ട് ഇപ്പോൾ കുറച്ച് വരും. ഇവിടെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോഴും ഭരിക്കുന്നത് എന്നുള്ള ധാരണയിൽ കുറേ ആൾക്കാരുണ്ട്. അവർ ഇന്ന് വാർത്ത വായിച്ചത്, നിങ്ങൾ പറയുമ്പോൾ ഇന്ന് വാർത്ത വായിച്ചു, ഇവിടുന്ന് DYFIക്കാർ ആളെ വിട്ടുക ഡൽഹിയിലേക്ക് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ. അവിടെയെങ്ങും ആളില്ലേ? അവിടെയെങ്ങും ആളില്ലാതായ എങ്ങനെയാണ്? ഇത് DYFI അല്ലെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുള്ള അല്ലെ ആശയങ്ങളുള്ള പാർട്ടികൾക്ക് എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ വേറുറപ്പിക്കാൻ പറ്റിയിട്ടില്ല? എത്ര വർഷമായി? ഇന്നൊന്നിൽ തുടങ്ങിയല്ലോ, എത്ര വർഷമായിട്ട്. അതിൻ്റെ കാരണം ഇത്തരം സങ്കുചിതമായ കാഴ്ചപ്പാടാണ് അവരെല്ലായിടത്തും കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സോഫ്റ്റ് ഹിന്ദുത്വവാദിയാക്കിയിട്ട് കുറേ പേര് മാറ്റി. അപ്പം അദ്ദേഹം കൊടുത്ത കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ട്. അതെൻ്റെ പേഴ്സണൽ ഫ്രീഡമാണ്, ഇറ്റ്സ് മൈ പേഴ്സണൽ ഫ്രീഡം. ഏത് അമ്പലത്തിൽ പോകണം പോകണ്ടെന്ന് ഇരിക്കുന്നത്, നിങ്ങളാണ് ഇതൊക്കെ ചോദിക്കാൻ അദ്ദേഹം ചോദിച്ചു. പിന്നീട് അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പള്ളി പോകാറുള്ള ആളല്ലേ, അതുപോലെ തന്നെ ജുമാ നമസ്കാരത്തിന് പോകാറുള്ള ആളല്ലേ, അമ്പലത്തിൽ മാത്രം ആർക്കും പോകാൻ പാടില്ലേ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ അധിക്ഷേപിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് VD സതീശൻ കൊടുത്തത്. അപ്പം ഈ നെറേറ്റീവ് ഉണ്ടല്ലോ, ക്ഷേത്രത്തിൽ പോകുന്നവര്, വിളക്കെടുക്കുന്നവര്, ഇവരൊക്കെ സോഫ്റ്റ് ഹിന്ദുത്വവാദിയാണെന്ന് പറയുന്ന നെറേറ്റീവ് ഏത് തലച്ചോറിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സാർ. അത് BJPയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഇപ്പുറത്തുണ്ട് ഇഷ്ടംപോലെ. അവിടുന്ന് BJPക്കാരുടെ ചില്ലറ മേടിച്ച് പോലും പറയുന്നവരായിരിക്കും. ഈ ഒരു വിഷയത്തിൽ ഇപ്പം കയ്യിൽ ചരട് അണിയുന്നവര്, നെറ്റിയിൽ ചന്ദനം തൊടുന്നവര്, ഇവരെല്ലാവരും കാവ്യെ ഇഷ്ടപ്പെടുന്നവര്, സംഖ്യയാണ്, ഇത് ചെയ്യാൻ പാടില്ല. അല്ല, എനിക്ക് അടുത്ത നാൾ സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. ഈ തോസിക്കയർ ചൂടി ചെന്നത് പോലും തെറ്റാന്ന് പറയുന്നവരുണ്ട്. ഇതിലിപ്പോ ഈ ഒരു വിഷയത്തിൽ ഒരാള് ഇപ്പൊ ഈ VD സതീശന്റെ വിഷയത്തിലാണ് കേട്ടോ, ഈ അദ്ദേഹത്തെ സോഫ്റ്റ് ഹിന്ദുത്വമാക്കിയും ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയൊരു അഭിപ്രായമാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. ക്ഷേത്രത്തിൽ പോയി പുറത്തിറങ്ങുമ്പോൾ നെറ്റിയിലെ ചന്ദനക്കുറി മായ്ച്ചു കളയിക്കുന്ന അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചതിൻ്റെ മുഖ്യമായ പങ്ക് സക്കറിയക്കാണ്. ചന്ദനക്കുറി കണ്ടാൽ ഹാലിളകുന്ന, അതായത് കാവി നിറം കണ്ടാൽ ഹാലിളകുന്ന സാമൂഹിക വൈകാരികതയാണ് സക്കറിയയെ നയിക്കുന്നത്. പൗരസ്ത്യ പ്രമേയങ്ങളെ പാശ്ചാത്യ പ്രമാണത്തിലൂടെ കാണുന്ന സക്കറിയയുടെ പരിമിത വികല കാഴ്ച മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഉറപ്പായിട്ടും സക്കറിയ അതിലൊരു ഇൻസ്ട്രുമെൻ്റാണ്. എന്തുകൊണ്ടത്? സക്കറിയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? വിജയനുണ്ട് ആ ഒരു കാഴ്ചപ്പാടുള്ള സക്കറിയുടെ കാഴ്ചപ്പാട് വേറെയാണ്. ഭിന്നത കൊണ്ട് മാത്രം, അല്ലെ ഭിന്നതയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഭിന്നതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഭിന്നത കൊണ്ട് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനത്തെ ഇഷ്യൂസ് വേണം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇന്ന് കണ്ടതാണ്, ഡൽഹിയിലേക്ക് സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു, കുഴപ്പമില്ല. എന്തുകൊണ്ട് ഇവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാതെ പോയി? തൊട്ടടുത്തിലെ തമിഴ്നാട്, തൊട്ടടുത്തിലെ കർണാടക, ആന്ധ്ര, ഇവിടുന്നൊക്കെ കുറേ കൂടെ അടുത്ത സ്ഥലങ്ങളാണ്. ഇവർക്ക് ഡൽഹി വരെ പോയി സമരം ചെയ്യും. ഇവിടെ സമരം ചെയ്താൽ പോരെ? ഇവിടെ ഇല്ലേ പ്രശ്നങ്ങൾ? ഇവിടുത്തെ PSCയുടെ കാര്യത്തിൽ സമരം ചെയ്യാമല്ലോ, അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യാമല്ലോ, പോലീസ് കോൺസ്റ്റബിൾസിൻ്റെ കാര്യത്തിൽ, റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യാമല്ലോ. ഈ സമരങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റാതെ ഡൽഹിക്ക് പോയിരിക്കുക. അതെന്തിനാണ് പോയിരിക്കണേ? അത് CPMൻ്റെ അണികൾ പോയിരിക്കണം. എന്തിനാ? സതുദ്ദേശത്തോടെ അല്ല എന്ന് ഞാൻ പറയും. എന്തായാലും കാവ്യയെ പ്രണയിച്ച, അല്ലെങ്കിൽ കാവ്യാണ് എൻ്റെ പ്രിയപ്പെട്ട നിറം എന്ന് പറഞ്ഞ പേളിമാണിയുടെ തുണി ഉരിച്ചുകൊണ്ടുള്ള അധിക്ഷേപമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് നിറവും സ്വീകരിക്കാനുള്ള, ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറയുന്നത് പോലെ കേരളം ഒരു നിറത്തിൻ്റെയും, പ്രത്യേകിച്ച് ഇടതുപക്ഷ നിറത്തിൻ്റെ തന്തയുടെ വകയല്ല. ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയാം, പറഞ്ഞിട്ട് നിർത്താം. പേളിമാണി എപ്പോഴാണോ കാവ്യ വസ്ത്രം, സാരിയൊക്കെ അഴിച്ച് താഴെ വയ്ക്കാൻ നോക്കിയിരിക്കുന്നത്, അത് അടിച്ചെടുത്തുകൊണ്ട് പോയി പിന്നീട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒത്തിരി സഹാത്തികൾ ഈ രാജ്യത്തുണ്ട്.